കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും സമന്വയിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന എന്ന ഗ്രാമത്തിലാണ് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഇഴചേർന്ന ഈ പുണ്യഭൂമി ഭക്തർക്ക് അന്നം നൽകുന്ന അമ്മയുടെ സാന്നിധ്യം കൊണ്ട് സവിശേഷമാണ്. പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനായിരിക്കെ തന്നെ അന്നപൂർണേശ്വരിയായ ദുർഗാദേവിക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. സർവസമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ അന്നപൂർണേശ്വരി ആദിപരാശക്തിയുടെ മാതൃഭാവമായി കണക്കാക്കപ്പെടുന്നു. ഒരു കൈയിൽ അന്നപാത്രവും മറുകൈയിൽ കോരികയും ധരിച്ചുള്ള ഭഗവതിയുടെ രൂപം ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും അന്നമേകുന്ന പ്രകൃതിയുടെ പ്രതീകമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. അവയിലൊന്ന് പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ്. മറ്റൊരു വിശ്വാസം, കാശിയിൽ നിന്ന് അന്നപൂർണേശ്വരി ദേവി 3 തോഴിമാരോടും ഭക്തരോടുമൊപ്പം ഒരു കപ്പലിൽ യാത്ര ചെയ്ത് ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നതാണ്. ദേവിക്ക് ദർശനം നൽകിയ ക്ഷേത്രത്തിന് പിന്നീട് 1000 തെങ്ങ് എന്ന പേര് വന്നു എന്നും വിശ്വാസമുണ്ട്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, ഈ ചെറുകുന്ന് കണ്ണവരും ദേശത്ത് പട്ടിണിയും പരിവട്ടവുമായിരുന്ന ഒരു കാലഘട്ടം അന്നപൂർണേശ്വരി ദേവി കാശിയിൽ നിന്നും പാർവതി ദേവി അന്നപൂർണേശ്വരിയായിട്ട് കടൽ താണ്ടി ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഐതിഹ്യം. കപ്പലിൽ സർവ്വവിധ സന്നാഹങ്ങളുമായിട്ട് സർവ്വ ആഭരണ വിഭൂഷിതയായിട്ട് ആഴിതീരം എന്ന് പറയുന്ന കടലിൻ്റെ ഒരു തീരത്ത് വന്ന് ഇറങ്ങുകയും അവിടെയാണ് ആദ്യം തന്നെ ഒരു ഭക്ഷണം പാകം ചെയ്തത്. വന്നിറങ്ങിയ കൂടെ വന്നവർക്കും അതുപോലെ തന്നെ നാട്ടിൻപുറത്ത് നിന്നുള്ളവർക്കും ഒക്കെ അവർ ഭക്ഷണം അവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ആ ഭാഗത്തിൽ ആൾക്കാർ തേച്ചും ആ കടൽ തീരത്ത് എത്തിച്ചേർന്നു. അമ്മ വന്നവർക്ക് ഭക്ഷണം പാചകം ചെയ്ത് വിളമ്പി കഴിയുമ്പോഴേക്കാണ് മറ്റ് ജനങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. അമ്മയുടെ 2 കൈയിലും ചട്ടുകവും കോരിയാണ് അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത്. അത് ഭക്ഷണം തീർന്നു എന്ന് കണ്ടപ്പോൾ തന്നെ അമ്മ ചട്ടുകത്തോണ്ട് ഇളക്കി. അപ്പോൾ ചോറ് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് വരികയും അത് കോരി വന്നവർക്കൊക്കെ ഭക്ഷണം വിളമ്പി എന്നുള്ളതുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം. അപ്പോൾ ഇങ്ങനെ അവിടെ അമ്മ വന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് ആരോ ചെറുക്കൽ കോവിലകം രാജാവിനെ വിവരമറിയിക്കുകയും അദ്ദേഹം പോയിട്ട് അമ്മയെയും കൂട്ടി ഇവിടെ വന്ന് ചേരുകയുണ്ടായി. ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് അന്നേരത്തെ ഇവിടെ മണിയങ്ങാട്ടില്ലം എന്ന് പറയുന്ന ഇല്ലക്കാർ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിച്ചു വന്നിരുവേ അവരുടെ താമസ സ്ഥലമായിരുന്നു ഈ സ്ഥലം. രാജാവ് അമ്മനെ ഇവിടെ കുടിയിരുത്തണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെ മണിയങ്ങാട്ട് ഇല്ലക്കാർക്ക് ചെറുക്കൽ കോവിലകം കവണിശ്ശേരിയിൽ സ്ഥലം കൊടുക്കുകയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയും കൂട്ടിയിട്ട് പോകണം എന്ന് നിർദ്ദേശം മണിയങ്ങാട്ട് ഇല്ലത്തിന് കൊടുക്കുകയും ചെയ്തു. പക്ഷേ മണിയങ്ങാട്ട് ഇല്ലക്കാർ ഇവിടുന്ന് കംപ്ലീറ്റ് ആൾക്കാർ പോയതുമില്ല, ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് തന്നെ ഈ മണിയങ്ങാട്ട് ഇല്ലക്കാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരുപാട് ചടങ്ങുകൾ തേച്ചും നടത്തിക്കൊണ്ടിരുന്നത്. ഭക്ഷണം ഉണ്ടാക്കുക, വിളമ്പുക, ആ രൂപത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്തത് മണിയങ്ങാട്ട് ഇല്ലക്കാരാണ്. ഇപ്പോൾ മണിയങ്ങാട്ട് ഇല്ലക്കാർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് അന്നപൂർണേശ്വരി ദേവി ഇവിടെ വളരെ ഭംഗിയായിട്ട് 2 നേരവും അന്നദാനം നടത്തുന്നുണ്ട്. ഉത്സവ സമയത്ത്, അതുപോലെ തന്നെ നവരാത്രി സമയത്ത്, സപ്താഹം എല്ലാ ദിവസങ്ങളും ഉച്ചക്കും രാത്രിക്കും അന്നദാനം കൊടുക്കുന്ന ഒരു മഹാക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു സവിശേഷത, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പരമശിവൻ ദിവസവും അത്താഴപൂജയ്ക്ക് ശേഷം തൻ്റെ പത്നിയായ അന്നപൂർണേശ്വരിയെ സന്ദർശിക്കാൻ ഇവിടെ എത്തുന്നു എന്ന സങ്കല്പമാണ്. ഈ വിശ്വാസത്തിന് പിന്നിൽ കാശി വിശ്വനാഥ ക്ഷേത്രവും അന്നപൂർണാദേവി ക്ഷേത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പുരാണ കഥകളുടെ സ്വാധീനവും കാണാൻ സാധിക്കും. അമ്മയുടെ അത് കൂടാതെ കണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തളിപ്പറമ്പത്ത് അപ്പനുമായിട്ടുള്ള ബന്ധം ഒരു പ്രധാനപ്പെട്ട ഘടകഥ. ശിവപാർവതി ആണല്ലോ ഇവർ. അപ്പോൾ തളിപ്പറമ്പത്ത് അപ്പൻ അവിടുന്ന് സന്ധ്യാസമയത്ത് ദീപാരാധന കഴിഞ്ഞ പാട് ചെറുകുന്ന് അമ്പലത്തിലേക്ക് വരും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം എന്ന് പറയുന്നത് മാന്യസ്ഥാനമാണ്. അപ്പോൾ അമ്മ അപ്പനെയും ഇവിടെ കാത്തു നിൽക്കും. ആ സമയത്ത് അവിടുന്ന് ഇത് പൂജ കഴിഞ്ഞ പാട് ഇങ്ങോട്ട് വരുന്നതിന് ശേഷം മാത്രമേ തളിപ്പറമ്പത്ത് അമ്പലത്തിൽ അകത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ അമ്മ ഇവിടെ വന്ന് ചേർന്ന് ഇവിടെ മാന്യസ്ഥാനത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവിടെ തന്നെ അന്തി ഉറങ്ങി പിറ്റേന്ന് രാവിലെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മുൻകാലങ്ങളിൽ പറയപ്പെടുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ പട്ടിണിയും പരിവട്ടവും മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ മുഴുവൻ സ്ഥലങ്ങളും അമ്മ കൂടെ തന്നെ പോയി ആ സ്ഥലം എനിക്ക് വേണം, ഈ സ്ഥലം എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഏകദേശം എല്ലാ സ്ഥലങ്ങളും അമ്മയുടെ പേരിലാക്കിയതിന് ശേഷം ഭഗവാന് തോന്നി ഇനി അമ്മ അമ്പലത്തിൻ്റെ നടയിലും എത്തി. തളിപ്പറമ്പത്ത് അമ്പലത്തെ നട ബാക്ക് ഒരു വാതിലുണ്ട്, അതിലേക്കൂടെ അകത്ത് കടക്കാൻ വേണ്ടി പോയി ഈ ക്ഷേത്രവും കൂടെ അമ്മ പിടിച്ചു വാങ്ങുമോ എന്നുള്ളൊരു സംശയം കൊണ്ട് വാതിൽ തട്ടി അടച്ചു എന്നും അവിടെ
അന്നപൂർണേശ്വരി ദേവി എന്നൊരു ബോർഡും വെച്ചിട്ടുണ്ട്. ആ ഉള്ളിൽ കയറിയാൽ പടിഞ്ഞാറ് ഭാഗത്തെ നടയിൽ കാണാൻ വേണ്ടി കഴിയും. അത്തരം ഒരു ബന്ധങ്ങളാണ് ഈ പിന്നെ തളിപ്പറമ്പത്ത് ക്ഷേത്രവും ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം. അതുപോലെ തന്നെ മാടായിക്കാവിൽ അമ്മയും കളരിവാതിക്കൽ അമ്മയും തമ്മിലുള്ള ബന്ധം രണ്ടും അനിയത്തിമാരാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് അനിയത്തിമാരുടെ കല്യാണം നടക്കുമ്പം അപ്പൻ രണ്ടുപേർക്കും ആഭരണം കൊടുത്തപ്പോൾ അന്നപൂർണേശ്വരി ദേവി അപ്പനോട് ചോദിച്ചും പോലും എനക്കെവിടുന്ന് ആഭരണം കിട്ടുവാന്ന്. അപ്പോൾ അന്നേരം അപ്പൻ പറഞ്ഞ പോലും നിൻ്റെ വിവാഹമായപ്പോൾ എന്തായാലും അനിയത്തിമാർ രണ്ടാളും കൊണ്ടുതരും എന്നുള്ള ഒരു ഐതിഹ്യവും ഇവിടെ പറയപ്പെടുന്നു. ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മഹാദേവന് ബോധ്യം വന്ന ശേഷം അന്നപൂർണയായി മാറിയ ശ്രീപാർവതിയുടെ കഥയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരിക്കൽ ഭക്ഷണം അപ്രധാനമാണെന്ന് ശിവൻ വാദിച്ചപ്പോൾ ദേവി ഭൂമിയിലെ എല്ലാ ഭക്ഷണ സ്രോതസ്സുകളും അപ്രത്യക്ഷമാക്കി. വിശന്നു വലഞ്ഞ മഹാദേവൻ ഒടുവിൽ കാശിയിലെത്തി എല്ലാവർക്കും അന്നം വിളമ്പുന്ന അന്നപൂർണേശ്വരിയുടെ മുൻപിൽ ഭിക്ഷാപാത്രവുമായി നിൽക്കേണ്ടി വന്നു. അങ്ങനെ ലോകർക്ക് അന്നമൂട്ടുന്ന ഭഗവതിയായി ശ്രീപാർവതി മാറിയെന്നാണ് ഐതിഹ്യം. ഈ കഥയുടെ ഓർമ്മപ്പെടുത്തൽ എന്നോണം ഈ ക്ഷേത്രത്തിൽ ദിവസവും 2 നേരം പ്രസാദ ഊട്ട് നടത്തുന്നു. അന്നദാനം ഇവിടെ ഒരു പ്രധാന വഴിപാടായി തന്നെ കരുതപ്പെടുന്നു. വലിയ വട്ടളം പായസം പോലുള്ള വഴിപാടുകളും നടത്താറുണ്ട്. രാവിലെ 4 മണിക്ക് നട ക്ഷേത്രത്തിൽ നട തുറന്ന് 2 സ്ഥലത്തും അന്നപൂർണേശ്വരിക്കും ശ്രീകൃഷ്ണ അഭിഷേകം മലനൈവേദ്യം പൂജ എല്ലാം ചെയ്യും. അത് കഴിഞ്ഞ് വന്നിട്ട് ഗണപതി ഹോമം 5 മണിക്ക് ഗണപതി ഹോമം. അത് കഴിഞ്ഞ് 6:30 ഉഷപൂജ അന്നപൂർണേശ്വരി ക്ഷേത്രം. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാന് ഉഷപൂജ ടൈം ഇവിടെ 7:15 അപ്പുറത്ത് 6:30. അത് കഴിഞ്ഞ് 9:30 ശ്രീകൃഷ്ണ ഭഗവാന് ഉച്ചപൂജ, അന്നപൂർണേശ്വരിക്ക് പന്തീരടി പൂജ. അത് കഴിഞ്ഞ് ഉച്ചപൂജ 12:15. ഇത് ഇട്ട് ബൈവാക്കളെടുത്തൊരു ചടങ്ങുണ്ട് അന്നപൂർണേശ്വരി അന്നദാനം കൊടുക്കുന്നതിന്. അത് കഴിഞ്ഞ് നട അടക്കും. അതായത് 5 മണിക്ക് തുറക്കും. നിവേദ്യം വില്ലവട്ടം പായസമാണ് പ്രധാന നിവേദ്യം. പിന്നെ അന്നദാനം, പിന്നെ ശർക്കര പായസം, പാൽപ്പായസം, അങ്ങനത്തെ എല്ലാം വയ്ക്കുകയായിട്ടുണ്ട് നിവേദ്യം. പിന്നെ നിറമാല. ക്ഷേത്രത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ വല്ലഭൻ 2ാമൻ രാജാവാണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് കാണാം. കാലക്രമേണ ക്ഷേത്രം ജീർണിച്ചപ്പോൾ 1866 അവിട്ടം തിരുനാൾ രാജാവ് പുനർനിർമ്മാണം ആരംഭിക്കുകയും അദ്ദേഹത്തിന് ശേഷം കേരളവർമ്മ രാജാവ് പണി പൂർത്തിയാക്കുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ ഒരേ തരം പാറക്കല്ല് ഉപയോഗിച്ചതായും അന്നപൂർണേശ്വരിയുടെയും കൃഷ്ണന്റെയും ശ്രീകോവിലുകൾ വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരേ വലുപ്പത്തിലാണ് പണിതതെന്നും പറയപ്പെടുന്നു. ഇത് 2 ദേവതകൾക്കും തുല്യ പ്രാധാന്യം നൽകുന്നു. ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ വളരെ പ്രശസ്തമാണ്. നവരാത്രി ഉത്സവം ഭജനകളും കഥാപ്രസംഗങ്ങളും ഓട്ടൻതുള്ളലും ഉൾപ്പെടെയുള്ള കലാപരിപാടികളോടെയാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിഷുവിളക്ക് ഉത്സവമാണ്. മേടസംക്രമം മുതൽ 7-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന് കാഴ്ചവരവും വർണ്ണശബളമായ വെടിക്കെട്ടുകളും പ്രധാനമാണ്. ഈ ഉത്സവത്തിന്റെ ഒരു പ്രധാന ആകർഷണം ക്ഷേത്രത്തിന് മുന്നിലായി നിർമ്മിക്കുന്ന വട്ടപ്പന്തലാണ്. ധനുമാസം 2-ാം തീയതിയാണ് ഇതിന്റെ പണി ആരംഭിക്കുന്നത്. 1000കണക്കിന് ഓലകളും മുളകളും ഉപയോഗിച്ച് ഏകദേശം 1 മാസം എടുത്താണ് ഈ വട്ടപ്പന്തൽ നിർമ്മിക്കുന്നത്. ഇത് നാട്ടുകാരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ പ്രതീകമാണ്. അങ്ങനെ ഉത്സവത്തിന്റെ തലേ ദിവസം, ഉത്സവം എന്ന് പറയുന്നത് അന്നപൂർണേശ്വരി ദേവിയുടെ വിവാഹ ചടങ്ങ് എന്നുള്ള രൂപത്തിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. എല്ലാ പണ്ടുകാലങ്ങളിൽ വിവാഹം നടക്കുന്ന സമയത്ത് വട്ടപ്പന്തലുണ്ടാവും. അങ്ങനെ വിവാഹം നടക്കുന്ന ഒരു സമയം, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അമ്മയുടെയും വിവാഹം നടക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഇവിടെ വട്ടപ്പന്തൽ ഒരുക്കിയത്. വിവാഹ ചടങ്ങോട് കൂടിയിട്ട് അന്നപൂർണേശ്വരി ദേവി ആനപ്പുറത്ത് ഈ 3 പ്രദക്ഷിണം കഴിഞ്ഞ് പിന്നീട് ഓരോ ദേശവാസികളുടെയും കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ചടങ്ങും കൂടി കിട്ടിയിട്ട്, ആ ചടങ്ങോട് കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് തിരുവാഭരണം അന്നപൂർണേശ്വരി ദേവിക്ക് മാടായിക്കാവുന്നും കളരിവാതിക്കൽ നിന്നും അവിടുത്തെ ആൾക്കാർ പൂജാരിമാർ തിരുവാഭരണവുമായിട്ട് ഇവിടെ എത്തിച്ചേരും. ആ ആഭരണം അണിഞ്ഞുകൊണ്ടാണ് അമ്മയുടെ കല്യാണം നടക്കുന്നത്. 7 ദിവസത്തെ ചടങ്ങാണ്. ആ 7 ദിവസത്തെ ചടങ്ങു കയ്യലോട് കൂടിയിട്ട് ഈ തിരുവാഭരണം കൊണ്ടു കൊടുത്തവർ തന്നെ വീണ്ടും ഇവിടെ വന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയും കൂടെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ വന്നതിന് ശേഷമാണ് ഈ നാടിന് ഐശ്വര്യം അന്നപൂർണേശ്വരി ദേവിയുടെ വിവാഹവും കയ്യലോട് കൂടിയിട്ട് ഈ ദേശത്ത് പട്ടിണിയും പരിവട്ടവും ഇല്ലാത്ത ഒരു ജനസമൂഹത്തെ അമ്മക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രവും സമീപത്തുള്ള ഒളിയങ്കര ജുമാ മസ്ജിദും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ചില കഥകളുമുണ്ട്.
ദേവിക്കൊപ്പം കാശിയിൽ നിന്ന് വന്ന കപ്പിത്താന്റെ സാന്നിധ്യം ഈ പള്ളിയിലുണ്ട് എന്നാണ് ഒരു വിശ്വാസം. ഈ സവിശേഷമായ സഹവർത്തിത്വം കേരളത്തിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യത്തിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അമ്മ വരുമ്പം കാശിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആ കപ്പൽ തുഴഞ്ഞത് ഒരു മുസ്ലിമാണ്. ആ മുസ്ലിം എന്ന് പറയുന്നത് അദ്ദേഹം ആണ് വിശ്വസ്തനായിട്ട് ആ കപ്പൽ ഈ ആഴിതീരത്തെത്തിക്കാൻ, അമ്മയെ എത്തിക്കാൻ കഴിവുള്ളവൻ അവനാണ് എന്ന് അമ്മ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മുസ്ലിമിനെ കൂട്ടി വന്നത്. അങ്ങനെ ആ മുസ്ലിംസിനെ ഇവിടെ വന്നപ്പോൾ അയാൾക്ക് താമസിക്കാനുള്ള സൗകര്യം വേണം എന്നുള്ള രൂപത്തിൽ രാജാവോട് അമ്മ ആവശ്യപ്പെടുകയും അങ്ങനെ ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ആ പള്ളിച്ചേകവൻ, അമ്മനെ കപ്പലിൽ കയറി കൂട്ടിയിട്ട് വന്ന ചേകവൻ എന്നാണ് പേര്. അങ്ങനെ അയാളെ ചെറുകുന്ന് പള്ളി, ഇന്ന് കാണുന്ന ചെറുകുന്നത്ത് പള്ളി, ആ പള്ളിയുടെ സ്ഥലം ചെറക്കൽക്കോവിലൻ രാജാവിൻ്റെ. അങ്ങനെ അവിടെ ഒരു പള്ളി പണിത് ഈ അമ്മയുടെ കൂടെ വന്ന മുസ്ലിംസിനെ അവിടെ കുടിയിരുത്തുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ തന്നെ അന്നപൂർണേശ്വരി ദേവിയും അതുപോലെ തന്നെ പള്ളിയും തമ്മിൽ ഒരു അഭേദ്യ ബന്ധമുണ്ടായിരുന്നു. പള്ളിയിൽ എന്തെങ്കിലും വിശേഷങ്ങൾ നടക്കുമ്പോൾ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്നും കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് പള്ളിയിൽ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ എന്തെങ്കിലും വിശേഷങ്ങൾ നടക്കുകയാണെങ്കിൽ പള്ളിയിൽ നിന്ന് അവിടുത്തെ ആൾക്കാർ ഇവിടെ കാഴ്ച വസ്തുക്കൾ കൊണ്ടുതരുന്നതുമായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ അന്യം നിന്ന് പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ അത്രക്കും പ്രാധാന്യമുള്ള ഒരു മതമൈത്രി ആ കാലഘട്ടത്തിൽ തന്നെ അന്നപൂർണേശ്വരി ദേവി വളരെ കൃത്യമായിട്ട് ഇവിടെ പരിപാലിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. നിലവിൽ ചിറക്കൽ കോവിലകം ദേവസ്വത്തിന് കീഴിലാണ് ക്ഷേത്രം. കാട്ടുമാടം, ഇളയേടം, മൂത്തേടം കുടുംബങ്ങൾക്കാണ് തന്ത്രിസ്ഥാനം. ദിവസവും നടത്തുന്ന അന്നദാനത്തിലൂടെ ചോറ് കിട്ടുന്ന കുന്ന് എന്ന അർത്ഥത്തിൽ ഈ സ്ഥലത്തിന് ചെറുകുന്ന് എന്ന പേര് വന്നെന്നും പറയപ്പെടുന്നു. വെള്ളിയാഴ്ച, പൗർണമി, നവരാത്രി, തൃക്കാർത്തിക, ദീപാവലി എന്നിവയെല്ലാം ഇവിടെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്.